ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സവിത എഴുതിയിരിക്കുന്ന ഒരു ഇമെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സവിത. എനിക്ക് 30 വയസ്സുണ്ട്. ഇക്കയ്ക്ക് പ്രായം 35. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. 2 കുട്ടികളുമുണ്ട്. 2 കുട്ടികളും ആൺകുട്ടികളാണ്. എൻ്റെ സൗന്ദര്യം കണ്ട് ഇക്ക ഇങ്ങോട്ട് വന്ന് ആലോചിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല. പക്ഷേ ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് എന്നെ കണ്ടുപോലും. അങ്ങനെയാണ് ഈ വിവാഹം നടന്നത്. സത്യം പറഞ്ഞാലെന്ന് കല്യാണം കഴിക്കാനുള്ള ഒരു മാനസികമായ അറിവ് എനിക്കില്ലായിരുന്നു. ഒന്നിനെക്കുറിച്ചും ഒരറിവുമില്ല. ആണും പെണ്ണും തമ്മിൽ എന്തൊക്കെയോ ഡിങ്കോലാഫികൾ ഉണ്ടെന്നറിയാം. അതല്ലാതെ കൂടുതലൊന്നും അറിയില്ല. ഉടനെയൊന്നും എൻ്റെ വിവാഹം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാര്യം അതിന് മാത്രം ധനമൊന്നും എൻ്റെ വീട്ടിൽ ഇല്ലായിരുന്നു. പക്ഷേ സൗന്ദര്യവും ധനത്തിന് തുല്യമാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഇക്കയെ കാണാനും അതീവ സുന്ദരനാണ്. എല്ലാവരും എന്നോട് പറഞ്ഞു, നല്ല മൊഞ്ചനായ ഒരു ചെക്കനെയാണല്ലോ നിനക്ക് കിട്ടിയിരിക്കുന്നത്, അതും ഒത്തവരാണെന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അദ്ദേഹത്തെ കാണാൻ സുന്ദരനാണ്. അതല്ലാതെ ഇവരെന്താ ഒത്തവരാണെന്ന് പറയുന്നത്. പലരും എന്നോട് പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലായില്ല. നല്ലൊരു പുരുഷനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാകും അത് കഴിഞ്ഞുള്ള മാധുര്യം, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. കാര്യം ഞാനൊരു ഭൂലോക പൊട്ടിയാണല്ലോ. എല്ലാവരും പറയും 100,000 കന്യകളുമായി കല്യാണം കഴിച്ചെന്ന്. പക്ഷേ എനിക്കങ്ങനെയൊന്നുമില്ല. ഇക്കയെ കണ്ടപ്പോഴുള്ള ആ സൗന്ദര്യം കണ്ടുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ. വിവാഹ ജീവിതത്തെ പറ്റിയിട്ട് ഒന്നും അറിയില്ലല്ലോ. എല്ലാവരും കല്യാണം കഴിക്കുന്നു, ഞാനും കല്യാണം കഴിക്കുന്നു, സന്തോഷം തന്നെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീട്ടിലേക്ക് ചേക്കേറിയത്. പക്ഷേ അന്ന് രാവിലെയാണ് വിവാഹത്തിന് തൊട്ട് മുമ്പ് എൻ്റെ ഒരു കസിൻ വന്നിട്ട്, എടി പെണ്ണേ, നീ എല്ലാം റെഡിയാക്കിയോ എന്ന് ചോദിച്ചു. എന്ത് റെഡിയാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എടി അടിക്കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയോ എന്ന്. ഞാൻ ചോദിച്ചു, അത് പിന്നെ 1-2 ആഴ്ചയ്ക്ക് മുമ്പാണ്. വലിയ രീതിയിലുള്ള കളകൾ കൃഷിപ്പാടത്ത് മുളച്ച് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവളിനോട് പറയാ, അന്ന് നോക്കട്ടെ, നല്ല വൃത്തിയായിട്ട് കൃഷിസ്ഥലം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞപ്പോൾ എനിക്കന്ന് പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ നിർബന്ധിച്ചു. അങ്ങനെയല്ല, നിനക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും മനസ്സിലായി കാണില്ല, അങ്ങനെ അങ്ങ് കൊച്ചാകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിൻ്റെ മുഖഭാവം കണ്ടിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു പുരുഷനെ നീ ആദ്യ ദിവസം തന്നെ മടുപ്പിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ അവളുടെ നിർബന്ധത്തിൽ അവൾ വെളുപ്പിനെ ഒന്ന് പരിശോധിച്ചു. എനിക്ക് ആ കൂടി നാണമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെ പോരാ, നല്ല സ്മൂത്തായിരിക്കണം, ഞാൻ ഒരു ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം ശരിക്കും വൃത്തിയാകുമെന്ന് പറഞ്ഞ് അവളാണ് ക്രീം അപ്ലൈ ചെയ്ത് തന്നത്. അതോടുകൂടി എല്ലാം വൃത്തിയായി. അത് കഴിഞ്ഞ ശേഷം അവൾ എനിക്ക് ഒരു ക്രീം ഇട്ട് തന്നു. അത് സുഗന്ധം വമിക്കുന്നൊരു ക്രീമായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വൈകിട്ട് കുളി കഴിഞ്ഞിട്ട് നീയാണെങ്കിൽ ഈ ക്രീം ഉപയോഗിക്കണം, ഗൾഫിൽ നിന്ന് എൻ്റെ കൊണ്ടുവന്ന ക്രീമാണ്, നല്ലതാണ്. ഞാൻ പറഞ്ഞു, ക്രീമൊക്കെ ഉപയോഗിക്കാമോ? അതിനെന്താ, ഇത് സുഗന്ധമുള്ള ക്രീമാണ്, ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. സുഗന്ധമാകുമ്പോൾ ആണുങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദവും സന്തോഷകരവുമായിരിക്കുമെന്ന് പറഞ്ഞു. ഓ, ഈ ഒരു സുഗന്ധം കൊണ്ട് എന്ത് സന്തോഷമുണ്ടാകാനാ എന്ന് ഞാൻ ആലോചിച്ചു. എന്തെങ്കിലും ആകട്ടെ, അവൾ കല്യാണം കഴിച്ചവളാണ്. അവൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നല്ലതേ ഉണ്ടാകൂ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ ജീവിതം കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ മാറി മറിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇക്ക എന്നോട് രാത്രി വളരെ സ്നേഹമായി പെരുമാറി. ആദ്യം തൊട്ട് തലോടി അദ്ദേഹം സ്നേഹം പ്രകടിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിക്കാത്ത രീതിയിലായിരുന്നു പെരുമാറിയത്. സിംഹം ചാടി വീഴുന്നത് പോലുള്ളൊരു സ്വഭാവം. ആകെക്കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അങ്കലാപ്പിലായി. പിന്നെ അവൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കുളിച്ച് റെഡിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഗന്ധം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആവേശം കൂടി. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, പുരുഷന്മാരുടെ ആദ്യ ചെയ്തികൾ ഇങ്ങനെയാണോ? ശോ, ഇതൊക്കെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. രസമുണ്ടെങ്കിലും എനിക്ക് വല്ലാത്ത ഭയമായിരുന്നു ആദ്യം തോന്നിയത്. പിന്നീട് രസത്തിലേക്ക് വഴിമാറിയ ഭയത്തിലേക്ക് വലിയൊരു കുതിരച്ചാൽ തുറന്നു വിടുന്നത് പോലെ അദ്ദേഹം പെരുമാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഭയന്നു പോയി. എന്നെക്കൊണ്ട് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കെ കരഞ്ഞുപോയി. പക്ഷേ കരച്ചിൽ കേൾക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. നിർത്താത്ത ഒരു യാത്ര,
അത് എത്രത്തോളം എത്ര നേരം എങ്ങനെ തുടർന്നു എന്ന് എനിക്കറിയില്ല. ഭൂലോകം മുഴുവനും കീഴ്മേൽ മറിയുന്നത് പോലെ എനിക്ക് തോന്നി. അവസാനം എപ്പോഴോ എപ്പോഴോ ഒത്തിരി യാത്ര പോയി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഏതോ ഒരു സ്റ്റോപ്പിൽ നിർത്തിയത്. അപ്പോഴേക്കും ഞാൻ എല്ലാ ലോകവും കണ്ടു കഴിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് മറുപടി പറയാനായി നാക്ക് ഒന്ന് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാളെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഒരു റെസ്റ്റ് ഡേ എങ്കിലും എനിക്കുണ്ടാകുമെന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചു, ചിന്തിച്ചു. പക്ഷേ ഒരു ദിവസം പോലും എനിക്കൊരു റെസ്റ്റ് കിട്ടിയില്ല. മാഡം പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഏകദേശം 6 മാസത്തോളം ഇതേപോലെ തുടർന്നു പോയി. എനിക്ക് അതിൽ ആദ്യത്തെ 6 മാസവും പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും തോന്നാത്ത ദിവസങ്ങളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഇക്കയോട് വളരെ ഇഷ്ടം തോന്നി. അതുവരെ പേടിച്ച് ഞാനൊന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് പെരുമാറേണ്ടവളല്ലേ ഈ ഭാര്യ. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ പിന്നീട് കാര്യങ്ങൾ വളരെ വളരെ നന്നായി വന്നു. 6 മാസം കഴിഞ്ഞ് ഞാൻ ഒരു സഹകരണ പ്രസ്ഥാനത്തിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ മാത്രമാണ് അദ്ദേഹം എന്നോട് ബാക്കി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ക്ഷമാപണം ചോദിച്ചത്. നീ ഒരു പൊട്ടിപ്പെണ്ണാണെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. നിന്നെ എൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതല്ലാതെ വേറൊരു വഴിയും ഞാൻ കണ്ടില്ല. ആദ്യമേ ഞാൻ നിന്നോട് കിന്നാരം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നീ ഒന്നും തുറന്നു പറയില്ല. അതുമാത്രമല്ല, വാതിലുകൾ കൊട്ടിയടയ്ക്കുകയും ചെയ്യും. വാതിലുകൾ തുറക്കാൻ വേണ്ടി എനിക്ക് മറ്റു വഴിയൊന്നുമില്ലായിരുന്നു എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊച്ചു കള്ളൻ, ഇക്കയുടെ വിദ്യകൾ എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളും റെഡിയായി വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ ഘട്ടമെന്ന്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, നീ എന്നും സുഗന്ധത്തിൻ്റെ ക്രീമിടും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് അത് തന്നെ നീയും തിരിച്ച് എന്നോട് അതേപോലെ എന്ന് പറഞ്ഞു. അയ്യോ ഇക്ക, അത് ശരിയാകില്ലെന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു, എല്ലാം ശരിയാകും. എനിക്കില്ലാത്ത പ്രശ്നം എന്താ നിനക്ക്? അതുകൊണ്ട് നീ നാളെ മുതൽ, ഇന്ന് ഞാൻ നിനക്ക് അവധി തരികയാണ്. നാളെ മുതൽ നീയും മുടി കെട്ടിവെച്ച് നന്നായി എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ട്രൈ ചെയ്യാക്കാന്ന്. ആദ്യത്തെ കുറേ ദിവസങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പല അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് അസ്വസ്ഥയങ്ങ് മാറി. ഒത്തിരി ഇഷ്ടമായി. കാര്യം ഇക്കയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് തിരിച്ചിക്കെ ഇഷ്ടപ്പെടാൻ എന്താ മടി? അതുകൊണ്ട് തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്തിനും തയ്യാറായിരുന്നു. പിന്നീടാണ് എനിക്ക് ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും മനസ്സിലായത്. ഭർത്താക്കന്മാരെ അടുപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ അവർ എവിടെയെങ്കിലും കാടും മേടും കയറിപ്പോകും. സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവരാണ്. പക്ഷേ പുരുഷന്മാർ, സൗന്ദര്യമുള്ള പുരുഷന്മാർ പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞാൽ എത്ര പെണ്ണുങ്ങളാ. ആരെങ്കിലും എൻ്റെയൊക്കെ തട്ടിയെടുത്തു കഴിഞ്ഞാൽ എനിക്കെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഊർജ്ജസ്വലമായ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മനസ്സിലായി. പുതിയ ടെക്നിക്കുകളോ എന്തെങ്കിലും ഉപായങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാനിതിന് കൂട്ടുനിൽക്കാമെന്ന് ഇക്കയോട് പറഞ്ഞു. ഇക്ക എന്നോട് പലതും പറഞ്ഞു. ഞങ്ങൾ പലതും ആവിഷ്കരിച്ചു. ഞങ്ങളുടെ ജീവിതം ഏകദേശം 2 വർഷത്തോളം മധുവിധുവിന് സമാനമായിരുന്നു. പക്ഷേ ഞങ്ങൾ കുട്ടികളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെയാണ് മുന്നോട്ട് പോയത്. ആവേശം മാത്രമായിരുന്നു ഞങ്ങളുടെ ഉള്ളിൽ. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്, ഇക്കയ്ക്കുമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, മരുന്ന് കഴിച്ചു. 6 മാസം. അത് കഴിഞ്ഞ് തുടരെ 2 കുട്ടികളുണ്ടായി. കുട്ടികൾ തമ്മിൽ ഏകദേശം 2 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 കുട്ടികൾ ആയിക്കഴിഞ്ഞും ഇക്കയ്ക്ക് എന്നോട് വലിയ സ്നേഹമാണ്. ഞാനും അദ്ദേഹം മറ്റ് കണ്ടം വഴി ഓടാതിരിക്കാൻ എപ്പോഴും ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു. എനിക്കതൊക്കെ ഇഷ്ടമാണ്. ഹസ്ബൻഡ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. പിന്നെ ഒത്തിരി ദൂരമൊന്നും അദ്ദേഹം ബിസിനസ് ഒന്നും ചെയ്യാൻ പോകില്ല. ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്. വേറെ സ്ഥലത്ത് പോയി തങ്ങാൻ ഞാൻ ഒട്ടും സമ്മതിക്കുകയില്ല. എനിക്ക് കുറച്ച് സംശയമുണ്ട്. അദ്ദേഹത്തെ ഒരു രീതിയിൽ സംശയിക്കേണ്ട ആളല്ല, എങ്കിൽ പോലും എനിക്ക് പേടിയാണ്. അതിന് കാരണം ഇക്കയുടെ സൗന്ദര്യം നിറഞ്ഞ രൂപമായിരുന്നു. അത് എനിക്ക് മാത്രം
ഉള്ളതല്ലേ. അപ്പം എങ്ങനെയാണ് അദ്ദേഹം വേറെ പോയി കഴിഞ്ഞാൽ ഞാൻ സഹിക്കുക? അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഞാൻ കിണുങ്ങുകയും ചിണുങ്ങുകയും ചെയ്ത് അദ്ദേഹത്തെ പലപ്പോഴും എൻ്റെ അടുത്ത് തന്നെ നിർത്തും. ഭാഗ്യവശാൽ അദ്ദേഹം എന്നോട് എപ്പോഴും സ്നേഹത്തോടും ആവേശത്തോടും കൂടി പെരുമാറി. അതിൻ്റെ ഭാഗ്യം. രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. ഞങ്ങളുടെ മധുവിധു കാലം പിന്നെയും തുടങ്ങി. പക്ഷേ അത് തുടങ്ങി 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. പോകെ പോകെ എനിക്ക് യാതൊരു രസവും അനുഭവിക്കാൻ വയ്യാതായി. ഭർത്താവിനോട് ഉള്ള സ്നേഹം എനിക്കത് കുറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തോട് മനസ്സിലുള്ള സ്നേഹമല്ല, ഈ കാര്യത്തിലുള്ള ആവേശവും അദ്ദേഹത്തെ കാണുമ്പോഴുള്ള സന്തോഷവുമെല്ലാം എനിക്ക് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. അതിന് കാരണം ഒരു പക്ഷേ പ്രസവം എന്നിലുണ്ടാക്കിയ മാറ്റങ്ങളായിരിക്കാം. ഹസ്ബൻഡിനോട് എനിക്കതിനെപ്പറ്റി ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇക്കയ്ക്ക് ഒരു പ്രശ്നവുമില്ല. പഴയതുപോലെ തന്നെ വളരെ ഊർജ്ജസ്വലനായി എന്നോട് പെരുമാറുന്നു. പിന്നീട് എനിക്ക് തോന്നി, എനിക്കിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഞാൻ തിരിച്ച് അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഫേക്കായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. പുള്ളി അത് ഒരിക്കലും മനസ്സിലാക്കിയില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു കാര്യം അടിയുറച്ച് പറഞ്ഞു, എനിക്ക് അദ്ദേഹവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. സ്നേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഞാൻ എപ്പോഴും തുടരും. പക്ഷേ യാന്ത്രികമായ ഈ ഒരു രീതി, അതിൽ നിന്ന് എനിക്ക് ഒന്നും ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന് എന്നോടുള്ള താല്പര്യം ആ രീതിയിൽ കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. വേണ്ട, അദ്ദേഹത്തോടിപ്പോൾ എനിക്ക് യാതൊരു വിധത്തിലുള്ള പൊസസീവ്നെസ്സും ഇല്ല. അദ്ദേഹം വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാലോ അല്ലെങ്കിൽ വേറൊരു പെണ്ണിനെ നോക്കിയാലോ എനിക്ക് ഒന്നും തോന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ചില സേവനങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ പുറത്തു പറഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. ആ സമയത്ത് എനിക്ക് എല്ലാത്തരം അറിവുകളും കൈവന്നിരുന്നു. ഞാൻ വിദഗ്ധമായി ഇത് ഹാൻഡിൽ ചെയ്യണം. ഇഷ്ടമല്ലെങ്കിലും അഭിനയിക്കണം. അഭിനയമൊക്കെ ഒരു മൂലയ്ക്ക് നടക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, സബിതേ മോളെ, നിനക്കിതല്ല വേണ്ടത്. ഇതിലും വലിയ വലിയ കാര്യങ്ങൾ തേടി നീ പോകണം. എങ്കിൽ മാത്രമേ നിനക്ക് ഇനിയും സുഖകരമായൊരു ജീവിതം കിട്ടൂ എന്ന് എൻ്റെ മനസ്സിലെ കിളി ഇരുന്ന് പറഞ്ഞു. ആ കിളിയെ, ആവേശത്തിൻ്റെ കിളിയെ എനിക്കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോകുന്നത് സഹിക്കാനും വയ്യ. ഈ ദാമ്പത്യബന്ധം തകർന്നു കഴിഞ്ഞാൽ എൻ്റെ ആവേശങ്ങൾക്കും മുകളിലാകും പ്രശ്നങ്ങൾ. ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഉള്ളിലൊതുക്കി ജീവിച്ചേ മതിയാവൂന്ന് എനിക്ക് മനസ്സിലായി. ഈ ഒരു സിറ്റുവേഷനിൽ 2 കുട്ടികളെയും വെച്ചുകൊണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ എവിടെ എന്ത് നടക്കില്ല. എൻ്റെ സെർച്ച് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ല. ഈ വീട്ടിലിരുന്നു കൊണ്ട് ഞാനെന്ത് ചെയ്യാനാണ്? അടുത്ത വീട്ടിലാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഇക്കേക്കാൾ ഏതെങ്കിലും രീതിയിൽ ഗുണമുള്ള ഒരാളെപ്പോലും കാണുന്നില്ല. അതുമാത്രമല്ല, ഈ വീടുമായി സഹകരിക്കുന്ന ആരും അങ്ങനെ ഒരു ലുക്കിൽ എൻ്റെ മുന്നിൽ വരുന്നതുമില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. വെറുതെ മനസ്സിലെ ആഗ്രഹങ്ങളുമായി എല്ലാം ഒരു റോബോട്ടിനെ പോലെ കരുതി ജീവിക്കുക. അങ്ങനെയാണ് ഞാൻ കുറേ വർഷം ജീവിച്ചത്. എൻ്റെ ഇക്കയുടെ വീട്ടിൽ 3 പേരുണ്ട് മക്കളായിട്ട്. ഇക്കയ്ക്ക് ഒരു സഹോദരിയുണ്ട്, മൂത്ത സഹോദരിയാണ്. പിന്നെ ഒരു അനിയനുമുണ്ട്. മൂത്ത സഹോദരിയും അനിയനും ഒക്കെ ദുബൈയിലാണ്. ഇക്ക മാത്രമാണ് നാട്ടിലുള്ളത്. മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടിയുണ്ട്. പിന്നീട് ഇതുവരെയും ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അനിയൻ കല്യാണം കഴിച്ചതല്ല, അവന് വേണ്ടി കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. അവനെന്തോ കല്യാണത്തോട് വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല. അങ്ങനെ ഞാൻ ജീവിച്ചു വരുന്ന സമയത്താണ് എൻ്റെ നാത്തൂന് 2ാമത്തെ വിശേഷമുണ്ടായത്. ഒത്തിരി കാലമായിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. അത് കേട്ടെല്ലാവർക്കും സന്തോഷമായി. അപ്പോഴേ എൻ്റെ അമ്മായിയമ്മ ദുബായിൽ പോകാൻ റെഡിയായി. അങ്ങനെ അവർ കയറിപ്പോയി. പ്രസവം നാട്ടിലാക്കണോ എന്നൊരു ഓപ്ഷനുണ്ട്. പക്ഷേ ഇതിക്കതൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല. അവിടെ അങ്ങ് ജീവിച്ച് പരിചയിച്ചു പോയി. എന്തായാലും അമ്മായിയമ്മ അങ്ങ് കയറിപ്പോയല്ലോ. അമ്മായിപ്പൻ കൂടെ പോയില്ല. പിന്നെ അപ്പോൾ അമ്മായിപ്പൻ്റെ ഇഷ്ടങ്ങളൂടെ എനിക്ക് ആദ്യമായി നോക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുക, വിളിക്കുക, ഉച്ചയ്ക്ക് വിളിക്കുക, വൈകുന്നേരം വിളിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും എൻ്റെ തലയിലായി. ഉമ്മ ചെയ്യുന്ന പല രീതികളും ഞാൻ നേരത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും ശ്രദ്ധിക്കില്ല. ഉമ്മ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ദിനചര്യകളൊക്കെ എനിക്കറിയാം. അതനുസരിച്ച് ഞാനും പെരുമാറാൻ തുടങ്ങി. പിന്നീട്
ബാപ്പയെ ഞാൻ അറിയാതെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സ് ആകെ മാറി മറിയുകയായിരുന്നു. അദ്ദേഹം എൻ്റെ ഭർത്താവിനേക്കാൾ നല്ലൊരാളായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. കാര്യം എൻ്റെ ഭർത്താവിൻ്റെ ബാപ്പയല്ലേ. അപ്പോൾ എൻ്റെ ഭർത്താവിനേക്കാൾ വലിയ ഗുണങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടാകുമെന്ന് ഞാൻ സങ്കല്പിച്ചു. ഇപ്പോൾ എനിക്ക് ആഞ്ഞുണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ ചെയ്യാൻ പോകുന്നത് ഇത്തിരി കടന്ന കൈയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ മനസ്സ് എൻ്റെ കൈവശം ഇല്ല. ഞാൻ എന്തോ തിരയുകയായിരുന്നു. അവസാനം സൗന്ദര്യം കൂടുതലുള്ള, അത്ര വലിയ പ്രായമൊന്നുമില്ലാത്ത എൻ്റെ അമ്മായിപ്പൻ, അയാളിൽ എനിക്ക് തിരച്ചിലുകൾ അവസാനിപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ സാദരത്തോടു കൂടി ആരുമില്ലാത്തപ്പോൾ പെരുമാറാൻ തുടങ്ങി. ആദ്യം അദ്ദേഹത്തിന് അസ്വസ്ഥതയായിരുന്നു. ഒരു ദിവസം എന്നോട് തുറന്നു ചോദിച്ചു, എന്താ മോളെ നിനക്ക് മാറ്റം? നീ എന്താണ് എന്നോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്? ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആര് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല, ബാപ്പ ഏതത്ര ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അടുത്തേക്ക് ചെന്ന് അത്തറിൻ്റെ മണം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത്തറിൻ്റെ പേര് പറഞ്ഞു. എനിക്കും അത് തേച്ച് തരുമോ എന്ന് ചോദിച്ചു. തരാം മോളെ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ബാപ്പ മുറിയിലേക്ക് പോയപ്പോൾ ഞാനും ചെന്നു. ഞാൻ ആദ്യമായിട്ടാണ് ബാപ്പയുടെ മുറിയിൽ അങ്ങനെ സാന്ദ്രത്തോടുകൂടി കയറുന്നത്. എത്തി നോക്കും, അതല്ലാതെ ആ മുറിയിൽ ഞാൻ കയറാറില്ല. അദ്ദേഹത്തിൻ്റെ അത്ര കളക്ഷൻ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓരോന്നും ഞാൻ മണത്ത് നോക്കി. ഓരോന്നും അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ ഞാൻ ഉരച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുപ്പായത്തിലല്ല ഇത് ഉരയ്ക്കേണ്ടത്, ഇത് ദേഹത്താണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ദേഹത്തും അദ്ദേഹത്തിൻ്റെ ദേഹത്തും ഉരച്ചു. മണം നോക്കി ഞാൻ എൻ്റെ ഗുണമങ്ങ് പുറത്തെടുത്ത് കാണിച്ചു. ഗുണം ഞാൻ നോക്കി. അദ്ദേഹം പറഞ്ഞു, വേണ്ട, കടന്നു കയറരുത് മോളെ, ഇത് ശരിയില്ലെന്ന്. ഞാൻ പറഞ്ഞു, അതിർത്തികൾ നുഴഞ്ഞു കയറേണ്ട ആവശ്യം എനിക്കുണ്ട്. ബാപ്പയ്ക്കറിയാമോ, ഞാൻ ഒരു ഭാര്യയാണ്. ഭാര്യ എന്നുള്ള നിലയിൽ ഞാനെന്നും അവഗണനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബാപ്പയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് കൂട്ടിക്കലർത്തി ഞാനൊരു കള്ളക്കരച്ചിൽ അങ്ങ് കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഞാൻ അവരോട് സംസാരിക്കാമെന്ന്. വേണ്ട, സംസാരിച്ചാലും ഒരുണർവും ഉണ്ടാകില്ല, എനിക്ക് ബാപ്പയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചേർന്ന് നിന്നു. അദ്ദേഹം ആദ്യമൊന്നും എന്നോട് താല്പര്യം കാണിച്ചില്ലെങ്കിലും ഏത് പുരുഷനെയും എൻ്റെ വശത്താക്കാനുള്ള എല്ലാ വിദ്യകളും എനിക്കറിയാം. അതൊക്കെ തന്നെ ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ബാപ്പ ഫ്ലാറ്റ്. അദ്ദേഹം എൻ്റെ അടിമയായി. അടിമയെ ഞാൻ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് അതിശയിപ്പിക്കുന്നതായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പൊരുത്തം ഞാൻ നോക്കാതെ വെറുതെ രാവുകൾ കരഞ്ഞു തീർത്തത്, അഭിനയിച്ചു തീർത്തത്? ഞാൻ ഇവിടെ തന്നെ നിധികുംഭം സൂക്ഷിച്ചിട്ട് പുറത്തൊക്കെ നിധി തിരഞ്ഞു. ഇപ്പോഴാണ് നിധി കെട്ട് പൊട്ടിച്ച് എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയത്. അപ്പോൾ ഞാനത് വെറുതെ വിടേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ ഭർത്താവിനെ പല സമയത്തും ഞാൻ സ്വതന്ത്രമായി വിടാൻ, അല്ലെങ്കിൽ ഒരയഞ്ഞ സമീപനം പുറത്തെടുത്ത് ബാപ്പയെ കൂടുതൽ സമയം എന്നോടടുക്കാൻ വേണ്ടി എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഉണ്ടാക്കി. എന്തായാലും മകനേക്കാൾ ഒത്തിരി കേമനായിരിക്കുമല്ലോ അച്ഛൻ. അതിൻ്റെ ഗുണഫലങ്ങൾ കൊണ്ട് ഞാൻ ശരിക്കും എൻ്റെ ഭർത്താവിനെയും മാനേജ് ചെയ്ത് ഞാൻ സൂപ്പറായി മുന്നോട്ട് പോയി. എല്ലാം ഒന്ന് ശരിയായി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഗൾഫിൽ നിന്ന് വന്നത്. ഇവിടെ ഒരു വിവാഹം ശരിയായി. ആ സമയത്ത് എല്ലാവരും വന്നതുകൊണ്ട് കുറേയധികം ഗ്യാപ്പുകളുണ്ടായി. അനിയൻ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു. പുതുപ്പെണ്ണുമായി കൊഞ്ചലും കുഴയിലുമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് പിന്നെയും അസ്വസ്ഥമായി. അവളാണെങ്കിൽ നാട്ടിൽ ജോലിയുള്ളവളാണ്. അപ്പോൾ ഇവിടെ തന്നെ കാണും. അവനാണെങ്കിൽ ഉടനെയൊന്നും ഗൾഫിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെയും അസൂയയായി. അവരുടെ ജീവിതം എന്ത് രസകരമായിട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ അംഗസംഖ്യ കൂടിയത് കൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഒരു സംഗമമുള്ളൂ. ഭർത്താവ് സ്നേഹമുണ്ട്, ഞാനും സ്നേഹം ഭാവിക്കുന്നു. പക്ഷേ ആ ഭാവിക്കുന്നതിൽ എനിക്കെന്ത് ഗുണം? അസ്വസ്ഥതകൾ ഉറഞ്ഞുകൂടിയ ആ നിമിഷം അമ്മായിപ്പൻ എൻ്റെ വലയിലേക്ക് വന്നു വീണു. എന്തുകൊണ്ട് അനിയന് വേണ്ടി ഒരു വല വിരിച്ചുകൂടാ എന്നെനിക്ക് തോന്നി.
അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തെങ്കിലും അവൾ എപ്പോഴും അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് നടക്കില്ലെന്ന് എനിക്ക് തോന്നി. എങ്കിലും ഞാൻ ഒരിക്കലും ആ ശ്രമം ഉപേക്ഷിച്ചില്ല. മാക്സിമം ഞാൻ അടുത്തു. അവനും അവൻ്റെ ബാപ്പയെ പോലെ വളരെ ഉപദേശപൂർവ്വം ആദ്യം എന്നോട് പെരുമാറി. ഞാൻ പറഞ്ഞു, എന്തു വന്നാലും എനിക്ക് തോന്നിയതാണ് മോനെ. എൻ്റെ ആഗ്രഹങ്ങൾ ഒരു വട്ടമെങ്കിലും എനിക്ക് സാധിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് ബാപ്പയോട് പറഞ്ഞതുപോലെ മകനോട് ഞാൻ പറഞ്ഞു. നിൻ്റെ ചേട്ടനിൽ നിന്ന് അവഗണന അനുഭവിക്കുന്നൊരു ചേട്ടത്തിയാണ് ഞാൻ. ഇടയ്ക്കെങ്കിലും എന്നെ പരിഗണിക്കണം, നീയല്ലാതെ ആരാ എനിക്കുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ കേന്ദ്രത്തിൻ്റെ തലപ്പിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിൻ്റെ ഗുണം എനിക്കുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് അവനും എന്നെ കടാക്ഷിച്ചു. അമ്മായിപ്പനും കൂടെയുണ്ട്. ആരും അറിയാതെ എല്ലാം ഞാൻ മാനേജ് ചെയ്യുകയായിരുന്നു. ഇതിനിടയ്ക്ക് നാത്തൂനും ഭർത്താവും കുറേ നാൾ ഇവിടെ വന്ന് താമസിച്ചു. അപ്പോഴാണ് എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത്. കാര്യം ഈ വീട്ടിൽ വന്ന് എൻ്റെ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന എല്ലാവരെയും എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ളൊരു ത്വര എൻ്റെ മനസ്സിലുണ്ട്. അത് ശരിയല്ല എന്ന് എൻ്റെ മൈൻഡ് 100 വട്ടം പറഞ്ഞു. പക്ഷേ ഞാൻ നിർത്തിയില്ല. നാത്തൂൻ്റെ ഭർത്താവിനോടും ഞാൻ ആളും തരവും ഒന്നും നോക്കാതെ അങ്ങോട്ട് കയറി പല കാര്യങ്ങളും പറഞ്ഞു, സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു. അദ്ദേഹം ലീവിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെയും ഞാനൊന്ന് ചൂളമടിച്ച് കറങ്ങി നടന്നിട്ടാണ് പറഞ്ഞു വിട്ടത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കെല്ലാം എന്നോട് നല്ല സ്നേഹമുണ്ട്. പരസ്പരം ആർക്കും ഒന്നും അറിയില്ല. എല്ലാവരെയും ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പണവും എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഭർത്താവുള്ളത് കൊണ്ട് അവരുടെ സാമീപ്യം എനിക്ക് അപ്പോൾ മാത്രമേ ഉള്ളൂ. എങ്കിലും എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വീട്ടിൽ ഇനിയും ആരെങ്കിലും കടന്നു വന്നാൽ അവരോടും ഞാൻ അനിയന്ത്രിതമായി പെരുമാറും. എൻ്റെ മനസ്സും എൻ്റെ പ്രവൃത്തികളും ശരിയല്ലെന്ന് മാഡത്തിൻ്റെ വീഡിയോസൊക്കെ കുറേ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇത്തരം ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെ നിയന്ത്രിക്കാം? ഇതുവരെയും ആരുമൊന്നും അറിയാത്തത് കൊണ്ട് നന്നായിപ്പോയി. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് എനിക്കറിയാം. മാഡം, ഞാൻ ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ശരിയാകുമോ? അത് എവിടൊക്കെ ലഭിക്കും? ഗവൺമെൻറ്റിൽ കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുനർവിചിന്തനം തോന്നിയത് വളരെ നല്ലതാണ്. കാര്യം ആവശ്യത്തിൽ കൂടുതൽ ആക്ടിവിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ പാടില്ല. ഇതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഒരു വീട്ടിലെ തന്നെ ഇങ്ങനെ എല്ലാവരോടും ആരും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നടക്കാമെന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് പറ്റിയൊരു കാര്യമേ അല്ല. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളോടൊക്കെ അമിത താല്പര്യം തോന്നി. അതൊരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് തുടർന്നു കൊണ്ട് പോകാൻ പറ്റിയൊരു ശീലമല്ല. തെറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരുത്തുക, മനസ്സിനെ കൺട്രോൾ ചെയ്യുക. സ്വയം കഴിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിക്കോ ഒക്കെ പോകാം. കൗൺസിലിംഗ് ഗവൺമെൻറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ ജില്ലാ ഹോസ്പിറ്റൽ, പിന്നെ ജനറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ ക്ലിനിക്കൽ സൈക്കോളജിൻ്റെ സേവനം ലഭ്യമാണ്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് സംസാരിച്ച് നിങ്ങളുടെ മനസ്സ് നല്ല രീതിയിൽ ഡൈവേർട്ട് ചെയ്തെടുക്കാം. ഇത്രയും കോംപ്ലിക്കേഷൻസിലേക്ക് പോകണ്ട. പല മനുഷ്യർക്കും ഒരാഗ്രഹം വഴി മാറി ഇങ്ങനെയൊക്കെ ആകാം. മനുഷ്യരല്ലേ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇഷ്ടം കൊണ്ടും ആഗ്രഹം കൊണ്ടും നമ്മൾ പല കുഴികളിൽ ചെന്ന് ചാടാം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ കര കയറണം. എന്തായാലും ഇങ്ങനെ തോന്നിയല്ലോ, അതന്നെ നല്ലതാണ്. അപ്പോൾ ആരും അറിയാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല സ്നേഹമുള്ളൊരു ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ വീട്ടിൽ നടക്കുക? ആ വീട് മുഴുവനും കുട്ടിച്ചോറായി പോകില്ലേ? അപ്പോൾ അത് വേണ്ട. നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി നിങ്ങൾ ശരിപ്പെടുത്തി നല്ലൊരു സ്ത്രീയായിട്ട് മുന്നോട്ട് പോകുക.